ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ദോശയാണ് കേട്ടോ. കളർ കാണുമ്പോൾ ഇതെന്ത് ദോശയാണ് എന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ ചെറുപയറും ഓട്സും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. എല്ലാ പ്രായക്കാർക്കും കഴിക്കാം, എന്ത് അസുഖമുള്ളവർക്കും കഴിക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിലും ദോശ കഴിക്കുന്നത് നല്ലതാണ്. ഉഴുന്ന് ചേർത്തിട്ടുള്ള പലഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഷുഗർ കുറയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉഴുന്ന് ചേർത്തുള്ള പലഹാരങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെൽത്തി ദോശ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3/4 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് ഇഡ്ഡലി റൈസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇഡ്ഡലി റൈസ് എടുക്കാം, പൊന്നി റൈസ് എടുക്കണം എന്നുണ്ടെങ്കിൽ പൊന്നി റൈസ് എടുക്കാം. നമുക്കിപ്പോൾ സാധാരണ പച്ചരിയെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 3/4 കപ്പാണ് അളവ്. അതിലേക്ക് 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പായാലും ബോളായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 3/4 കപ്പ്, 1/2 കപ്പ്, 1/4 കപ്പ് ഇങ്ങനെയാണ് നമ്മുടെ അളവുകൾ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഓട്സ് ആണ്. ഓട്സിൻ്റെ അളവ് ഞാൻ എടുക്കുമ്പോൾ പറയാം. ഇതെല്ലാം നമുക്കൊരു ഒരുമിച്ച് തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാനിപ്പോൾ വെള്ളത്തിലേക്ക് ഇടുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഒഴിച്ചു വെക്കുന്ന സോക്ക് ചെയ്ത് വെക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 3 പ്രാവശ്യം കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിലിടാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് കഴുകുക. ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് നന്നായിട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് സോക്ക് ചെയ്യാൻ വയ്ക്കുക. മിനിമം 6 മണിക്കൂർ സോക്ക് ചെയ്യുക കേട്ടോ. 6 മണിക്കൂർ ടു 8 മണിക്കൂർ. അത് നമ്മുടെ ടൈം അനുസരിച്ച്. ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി 8 മണിയാകുമ്പോൾ അരയ്ക്കാം. അതിനുശേഷം രാവിലെ ദോശ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ കിടക്കുമ്പോൾ അരി വെള്ളത്തിലിട്ട് വയ്ക്കുക, രാവിലെ അരയ്ക്കുക. അപ്പോൾ ദോശ പൊങ്ങി വരാൻ സമയമെടുക്കും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഉച്ചയ്ക്ക് വെള്ളത്തിലിടുകയാണ് നല്ലത്. രാവിലത്തേക്കാണെങ്കിൽ, വൈകിട്ടത്തേക്കാണെങ്കിൽ രാവിലെ അരച്ച് വെച്ചിട്ട് വൈകിട്ട് ദോശ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇത് കഴുകി വെള്ളത്തിലിട്ട് വെക്കട്ടെ. അതിനുശേഷം നമുക്കിനി അരയ്ക്കാറാവുമ്പോൾ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ സോക്ക് ചെയ്ത് വെച്ചാൽ ഉഴുന്നും ചെറുപയറും അരിയും ഉലുവയെല്ലാം ചേർന്നിട്ട് 6 മണിക്കൂർ സോക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം. അരയ്ക്കുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് തന്നെ അരച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇതിലേക്ക് ഓട്സ് ആണ് ചേർക്കുന്നത്, മിക്സിയുടെ ജാറിലേക്ക്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി, ഉഴുന്ന, ചെറുപയറെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച വെള്ളം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ വെള്ളം തന്നെ ചേർത്താണ് അരയ്ക്കുന്നതെന്ന്. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ചെറിയ തരിതരിപ്പോടെ അരയ്ക്കണമെങ്കിൽ ചെറിയ തരിതരിപ്പോടെ അരച്ചെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ചെറിയ തരിതരിപ്പ് ഉണ്ടാവും. നന്നായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അരയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ നമ്മുടെ അരി ഉഴുന്നൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചെറുപയറിൻ്റെ തൊലിയുടെ കളറാണ് കേട്ടോ ഈ കാണുന്നത്. ചെറുപയർ ചേർക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെറുപയർ പരിപ്പുണ്ടല്ലോ, നമ്മൾ പായസം ഉണ്ടാക്കുന്ന പരിപ്പ്, അത് ചേർക്കാം കേട്ടോ. അത് ചേർത്തിട്ടും ഇതുപോലെ തന്നെ സെയിം ദോശ ഉണ്ടാക്കാം. ചെറുപയറിൻ്റെ കളറൊക്കെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലത് ചെറുപയർ ചേർത്തിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ അരച്ചെടുക്കട്ടെ. ബാക്കിയുള്ളതിൽ ഞാൻ അരയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടും ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയിക്കോളും. നിങ്ങൾക്ക് രാവിലെ ഉപ്പ് ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ രാവിലെ ഉപ്പ് ചേർത്തെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. പിന്നെ 1 പിഞ്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ദോശയുടെ അടിഭാഗം നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടിരിക്കും. അത് ഞാൻ ലാസ്റ്റേ ചേർക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ മാവ് മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ട് അരച്ചപ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഏത് സമയത്താണെങ്കിലും ഉപ്പ് ചേർക്കാം. ഇനി രാവിലെ ചേർക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ രാവിലെ ചേർത്താലും മതി. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, ഒരു 2 പിഞ്ച് അല്ലെങ്കിൽ 3 പിഞ്ച് പഞ്ചസാര, ഇത്രയും മതി. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. വെള്ളം കുറവാണെങ്കിൽ രാവിലെ ദോശ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ചെക്ക് ചെയ്തിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പാണെങ്കിലും ഒപ്പം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇനി ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉഴുന്ന ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നോളും. പിന്നെ ഒരുപാട് പുളിച്ച മാവായിരിക്കില്ല. ഉഴുന്ന് കുറവല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ, 1/4 കപ്പേ ചേർത്തിട്ടുള്ളൂ.
അതുകൊണ്ട് തന്നെ വല്ലാതെ പുളിച്ച മാവായിരിക്കില്ല, പുളി കുറഞ്ഞ മാവായിരിക്കും. പുളിച്ച മാവ് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്നിൻ്റെ അളവ് അരക്കപ്പാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉഴുന്നിൻ്റെ അളവ് കുറച്ച് ചേർത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി അധികം വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ചൂട് ക്ലൈമറ്റാണ്, അപ്പോൾ അധികം പുളിയുള്ള മാവിനേക്കാൾ നല്ലത് പുളി കുറഞ്ഞ മാവാണ്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, അപ്പോൾ കുറച്ച് ലൂസാണ്. നമ്മൾ ദോശ ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ കറക്റ്റ് പാകത്തിനായിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ, ക്ലൈമറ്റ് അനുസരിച്ച് വ്യത്യാസം വരാം. ചില ക്ലൈമറ്റിൽ, നല്ല ചൂടുള്ള ക്ലൈമറ്റിലാണെങ്കിൽ ഒരു 6 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങി വരും. ചൂട് കുറഞ്ഞ ക്ലൈമറ്റ് ആണെങ്കിൽ 8 മണിക്കൂർ വരെ സമയം എടുക്കും. മഞ്ഞുകാലത്തൊക്കെ ആണെങ്കിൽ, മഴക്കാലത്താണെങ്കിൽ 10 മണിക്കൂർ എടുത്താലേ മാവ് പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വയ്ക്കണം. അപ്പോൾ ഇനി ഞാനിത് അടച്ചു വയ്ക്കിട്ട് നമുക്ക് നാളെ രാവിലെ ദോശ ഉണ്ടാക്കാം. നമ്മുടെ ദോശമാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, ഇത് കണ്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ആവശ്യത്തിനുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. നല്ലെണ്ണയിലോ നെയ്യിലോ ദോശ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ ചേർക്കാം, നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. നല്ലെണ്ണയിൽ ദോശ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ദോശ പരത്തി തുടങ്ങാം. നമ്മുടെ ദോശക്കല്ലിലേക്ക് നമുക്ക് ലൈറ്റായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. ഒരുപാട് കാലം യൂസ് ചെയ്യാതെ വയ്ക്കുന്ന ദോശക്കല്ലാണെങ്കിൽ കുറച്ചധികം എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദോശക്കല്ലാണെങ്കിൽ ലൈറ്റായിട്ടൊന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ ദോശമാവ് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയ ദോശയാണ് ഉണ്ടാക്കുന്നത്, അധികം വലിയ ദോശ ഉണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് വലിയ ദോശ വേണമെന്നുണ്ടെങ്കിൽ വലിയ ദോശ ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് തിന്നായിട്ടോ തിക്കായിട്ടോ ഒക്കെ ദോശ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ വലിപ്പത്തിലുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇനി ദോശ ഒന്ന് കുക്കായി വരട്ടെ. ഈ ദോശ 2 സൈഡും കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ദോശ ഈ സൈഡ് കുക്കായി വരുമ്പോൾ നമ്മൾ അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ആ ടേസ്റ്റും പെർഫെക്റ്റ് ആവുള്ളൂ. ദോശയൊന്നും മൊരിഞ്ഞും വരുള്ളൂ. ഒരുപാട് മൊരിച്ചെടുക്കണ്ട. ഒരുപാട് മൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ ലൈറ്റായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്താം. അപ്പോൾ നമ്മുടെ ദോശയൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നെയ്യിന് ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നെയ്യ് തളിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. ഞാനിപ്പോൾ നെയ്യോ എണ്ണയോ ഒന്നും തളിച്ചു കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ ആദ്യം അപ്ലൈ ചെയ്ത ആ എണ്ണയിൽ തന്നെ ദോശ കുക്കായി വന്നോളും. അപ്പോൾ ദോശക്കല്ലിൻ്റെ ചൂട് കറക്റ്റ് ആയിരിക്കണം. ചൂട് കൂടി പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. അപ്പോൾ ചൂട് കറക്റ്റായി വന്നോളും. ചൂട് കൂടി പോവാതെ ശ്രദ്ധിക്കണം. ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ ദോശ പരത്തുമ്പോൾ വിട്ട് പോകും. അതുപോലെ ചൂട് കുറവാണെങ്കിലും ദോശ പരത്തുമ്പോൾ കറക്റ്റായിട്ട് വരില്ല. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്കൊന്ന് മറിച്ചിടാം. ദോശ ഈ സൈഡും കൂടി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഈ ദോശക്കല്ല് എങ്ങനെയാണ് മയക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇരുമ്പിൻ്റെ ദോശക്കല്ല് മയക്കിയെടുക്കുന്നതും ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി മയക്കിയെടുക്കുന്നതും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കിക്കോളൂ. ഞാൻ ഈ ദോശക്കല്ല് വാങ്ങിച്ചിട്ട് 1.5 മാസമായിട്ടുള്ളൂ. പക്ഷേ നന്നായിട്ട് ഇപ്പോൾ കണ്ടില്ലേ ദോശ വിട്ട് വരുന്നത്. അതുപോലെ തന്നെ എന്ത് ദോശ ഉണ്ടാക്കിയാലും, നമ്മളിപ്പോൾ ഈ ഒരു ദോശ എന്നല്ല, അരി ഉഴുന്ന് മാത്രം അരച്ച് കൂടുതൽ ഉഴുന്ന് ചേർത്ത് അരച്ച ദോശ ഉണ്ടാക്കിയാലും ഇതുപോലെ തന്നെ വിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കിനി ദോശ അടുത്ത സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ട് നോക്കാം. ദോശ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ദോശ മാറ്റിയിട്ട് ബാക്കിയുള്ള ദോശയെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയെല്ലാം ഇതാ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ദോശ ഉണ്ടാക്കി എടുത്തിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കി കഴിച്ചോളൂ. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ടേസ്റ്റൊക്കെ നമ്മുടെ സാധാ ദോശയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വേറെ ചെറുപയർ ചേർത്തുമെന്ന് വെച്ചിട്ടോ ഓട്സ് ചേർത്തുമെന്ന് വെച്ചിട്ടോ ടേസ്റ്റിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. തലേ ദിവസം കുറച്ച് ഉഴുന്നും പയറും എല്ലാം വെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്ത് അരച്ചെടുത്ത്, നമ്മൾ സാധാരണ അരി ഉഴുന്നും ചേർത്ത് ദോശ അരയ്ക്കുന്ന പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ തേങ്ങാ ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം. നമ്മുടെ ചട്നി പൊടിയുടെ കൂടെയാണെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ചോയ്സാണ്, നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കണം എന്നുള്ളത്. ഇതെല്ലാം ചേർത്തിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. നമ്മുടെ സാധാരണ ദോശ പോലെ തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. അവർ കുക്കിംഗ് താല്പര്യമുള്ളവരാണെങ്കിൽ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.